നിയമസഭാ തിരഞ്ഞെടുപ്പിൽ LDFന് പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച് പെന്തക്കോസ്റ്റ് സഭകളുടെ ഐക്യവേദി യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിൽ ഇന്ന് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പിന്തുണ പ്രഖ്യാപിക്കും. രാവിലെ 11 മണിക്കാണ് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയും സഭാ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച. സഹായിച്ചവരെ തിരിച്ചു സഹായിക്കേണ്ടത് കടമയാണെന്ന് യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിൽ ദേശീയ പ്രസിഡന്റ് ബാബു പറയത്തുകാട്ടിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഞങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഇന്ന് കണ്ട് ഞങ്ങളുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുന്നു. ഞങ്ങളെ സഹായിക്കുന്ന മുന്നണിക്ക് പരിപൂർണ പിന്തുണ പ്രഖ്യാപിക്കാനായിട്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഞങ്ങളുടെ ആവശ്യങ്ങൾ പരിപൂർണമായി നിറവേറ്റി തരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി അനിൽ ജോർജ് ഉണ്ട്. അനിൽ, ഗുഡ് മോർണിംഗ്. ഈ ഘട്ടത്തിൽ എവിടെ നിന്ന് ആരുടെ പിന്തുണ കിട്ടിയാലും അത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് നേട്ടമാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ പക്ഷങ്ങളുടെ പിന്തുണ LDFന് ഒപ്പം നിൽക്കുന്നത് പാർട്ടിക്ക് ഗുണകരവുമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാര്യമായ നിലയിൽ പരസ്യ പ്രഖ്യാപനത്തിനൊന്നും മുതിരാത്ത ഒരു സഭാ വിഭാഗമാണ് പെന്തക്കോസ്റ്റ് വിഭാഗങ്ങൾ. ഇത്തവണ പക്ഷേ പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളെല്ലാം LDFന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നാണ് യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിലിന്റെ തീരുമാനം. ഈ പെന്തക്കോസ്റ്റ് സഭകളുടെ ഒരു ഐക്യവേദിയാണ്. കാരണം പെന്തക്കോസ്റ്റ് വിഭാഗത്തിന്റെ വലിയ തോതിലുള്ള ആവശ്യമായിരുന്നു. നിരവധി വർഷങ്ങളായി പല ഗവൺമെന്റുകൾക്ക് മുമ്പിൽ അവർ വെച്ച ആവശ്യമായിരുന്നു അവരെ സഭയെ അംഗീകരിക്കണം എന്നത്. അതിന് ഇതുവരെയും ആരും അംഗീകാരം നൽകുകയോ താല്പര്യം പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. എന്നാൽ LDF മന്ത്രിസഭാ യോഗം ഇക്കാര്യം അംഗീകരിക്കുകയും അവരെ പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളെ സഭയായി അംഗീകരിക്കാനുള്ള തീരുമാനത്തിലേക്ക് പോവുകയും ചെയ്തു. ഇത് പെന്തക്കോസ്റ്റ് സഭാ വിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ എക്കാലത്തെയും വലിയ ആവശ്യം പരിഗണിച്ചതിലുള്ള നന്ദി ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടിപ്പിക്കണമെന്ന ആവശ്യത്തിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുകയും ചെയ്തു. ഇത് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് LDFനുള്ള പിന്തുണ പ്രഖ്യാപിക്കുക എന്നതിലേക്ക് കാര്യങ്ങളെത്തി. യുണൈറ്റഡ് പെന്തക്കോസ്റ്റ് കൗൺസിൽ ചെറിയ പെന്തക്കോസ്റ്റ് സഭാ വിഭാഗങ്ങളുടെ എല്ലാം പൊതുവേദിയാണ്. അതിന്റെ ദേശീയ പ്രസിഡന്റ് അടക്കം 6 അംഗ ദേശീയ കൗൺസിലാണ് ഇന്ന് മുഖ്യമന്ത്രിയെ കാണുകയും പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത്. കേരളത്തിൽ 25 ലക്ഷം വോട്ടവകാശമുള്ള വിശ്വാസികൾ പെന്തക്കോസ്റ്റ് വിഭാഗത്തിൽ ഉണ്ട് എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. നിരവധി മണ്ഡലങ്ങളിൽ സഭയ്ക്ക് നിർണായകമായ സ്വാധീനമുണ്ട് എന്നും അവർ പറയുന്നു. പെന്തക്കോസ്റ്റ് വിഭാഗങ്ങളെ സഭയായി അംഗീകരിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനമാണ് തങ്ങളെ ഇത്തരത്തിൽ LDFന് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കാനുള്ള നിലയിലേക്ക് കൊണ്ടെത്തിച്ചതെന്നും ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഏതായാലും മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച 11 മണിക്കാണ്. അതിനുശേഷം പരസ്യമായി അവർ ഈ സഭാ വിഭാഗങ്ങൾ എല്ലാം തന്നെ LDFന് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുകയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്തരം നിലപാട് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സർക്കുലർ പുറത്തിറക്കുകയും ചെയ്തു. ഓക്കെ, ശരി. അനിൽ ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്.